നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിൻ്റെ ഭരണ സംവിധാനം ഉറപ്പിക്കുന്നത് വളരെ ബൃഹത്തായ എന്നാൽ കുറ്റമറ്റ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെയാണ്. അതിനെതിരെ തീർത്തും തെറ്റായ ആരോപണങ്ങൾ യാതൊരു രേഖകളുമില്ലാതെ പറയുന്നത് നമ്മുടെ സംവിധാനങ്ങളോടുള്ള അവിശ്വാസ്യതയാണ് വ്യക്തമാക്കുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത്തരം നടപടികൾ തുടരുന്നത്. രാഹുലിൻ്റെ രാഷ്ട്രീയ ചരിത്രം, നിലപാടുകൾ, വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ആ വ്യക്തിയുടെ സാധ്യത എന്നിവയാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. സ്വന്തം പരമ്പരാഗത വഴികളിലൂടെ ഭാരതത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അവരോധിക്കപ്പെട്ട നേതാവാണ് രാഹുൽ. 2004 ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം ലോക്സഭയിലെത്തിയത്. പിതൃമാതാവായ ഇന്ദിരാഗാന്ധി, തുടർന്ന് പിതാവ് രാജീവ് ഗാന്ധി, അതിനുശേഷം മാതാവ് സോണിയാഗാന്ധി എന്നിവർ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് അമേഠി. 2009-ലും 2014-ലും അമേഠി കാത്തെങ്കിലും 2019 തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ രാഹുലിനെ കൈവിട്ടു. ഏറെക്കുറെ ആ പരാജയം മുതൽ അസ്വസ്ഥനായ ഒരു രാഷ്ട്രീയക്കാരനാണ് രാഹുൽ. കാരണം ഈസി വാക്ക് ഓവറിൽ ജയിച്ചെത്തുന്നവർക്ക് പരാജയം ആസ്വദിക്കാനോ അതിൽ നിന്നും വിജയത്തിലേക്ക് കുതിക്കാനോ കഴിയാറില്ല. അത് അനുഭവ സമ്പത്തിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ രാഹുലിനെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു ഘട്ടം രാജ്യത്തുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ നയിച്ചവരുടെ കൊള്ളരുതായ്മകളും കൊടിയ അഴിമതികളും കണ്ട് മനം മടുത്തവർ രാഹുലിന്റെ രാഷ്ട്രീയ പ്രവേശനം കൊതിച്ചിരുന്നു. കോൺഗ്രസിന്റെ പരമ്പരാഗത സ്വഭാവം നിമിത്തം മറ്റൊരു നേതാവ് കോൺഗ്രസിനെ നിയന്ത്രിക്കുക എന്നത് എന്നത്തെയും പോലെ അന്നും ചിന്തിക്കാനായിരുന്നില്ല. അങ്ങനെ സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ പാർട്ടിയുടെ അമരക്കാരനായി. 2017 ഡിസംബർ മുതൽ 2019 ജൂലൈ വരെയുള്ള കാലഘട്ടം വിലയിരുത്തിയാൽ രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സംവിധാനത്തിൽ ആയിരുന്നതുകൊണ്ട് മാത്രമാണ് രാഹുലിന് കോട്ടം സംഭവിക്കാതിരുന്നത്. 2019 മുതലുള്ള കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് സ്വന്തം വിശ്വാസ്യതയും കർമ്മകുശലതയും എത്രമാത്രമെന്ന് പൊതുസമൂഹത്തെ ധരിപ്പിച്ച ഒരു നേതാവ് കൂടിയാണ് രാഹുൽ. വിവാദ പരാമർശങ്ങൾ നടത്തിയ ശേഷം കോടതിയുടെ മുന്നിൽ മാപ്പ് പറഞ്ഞത് 1-2 തവണയല്ല. ഏറ്റവും അടുത്ത് നടന്ന 2 വിഷയങ്ങൾ വിലയിരുത്താം. ഒന്ന്, ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തെന്നായിരുന്നു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ പറഞ്ഞത്. ഈ പ്രസ്താവന സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിനാണ് ഇടയാക്കിയത്. യാതൊരു തെളിവും ഇക്കാര്യത്തിൽ രാഹുലിനെ ബോധ്യപ്പെടുത്താനും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ ഇപ്രകാരം പരാമർശങ്ങൾ നടത്തില്ലായിരുന്നു എന്നുകൂടി കോടതി പറഞ്ഞു. കോടതിയിൽ രാഹുലിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി കോടതിയോട് ചോദിച്ച ഒരു ചോദ്യം ചിന്തിക്കേണ്ടതാണ്. ഭൂമി ചൈന കയ്യേറിയ കാര്യം രാഹുലിന് പറയാനായില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ പ്രതിപക്ഷ നേതാവായി എന്നായിരുന്നു അഭിഷേക് സിംഗ്വിയുടെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നിരീക്ഷിച്ചാൽ നമുക്ക് വ്യക്തമാകും. രാഷ്ട്രീയ നിപുണതയോ കാര്യകൈകാര്യ പ്രാപ്തിയോ ഒന്നുമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്താനുള്ള വഴി. അടുത്തത് രാഹുലിന്റെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. 2024 നരേന്ദ്രമോദി അധികാരമേറിയത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ടായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ പറഞ്ഞത്. വെറുതെ പറയുക മാത്രമല്ല, വിദേശ മാധ്യമ പ്രവർത്തകരെ കൂടി വിളിച്ചു വരുത്തിയായിരുന്നു ഈ ജൽപ്പനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വർഷം 1 കഴിഞ്ഞിട്ടും രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പിൻബലം അദ്ദേഹം നൽകിയ പവർ പോയിന്റ് പ്രസന്റേഷൻ മാത്രമാണ്. തെളിവുണ്ടെങ്കിൽ ഒരു നേതാവ് ഒരു നിമിഷം പോലും മടിച്ചു നിൽക്കാതിരിക്കുന്ന കാര്യം രാഹുൽ മീഡിയയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച് സ്വസ്ഥനായി ഇരിക്കുകയാണ്. ഒരു വലിയ സംവിധാനത്തെയും അതിൽ പങ്കാളികളായ ജനങ്ങളെയും അവഹേളിച്ച് ഇങ്ങനെ നിൽക്കാൻ നിലവിൽ രാഹുലിന് മാത്രമേ കഴിയൂ. മാത്രമല്ല, നമ്മുടെ സംവിധാനത്തെ ലോകത്തിന് മുന്നിൽ ഇകഴ്ത്തുക കൂടിയാണ് ഇയാൾ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവ് ഹാജരാക്കാൻ പറയുമ്പോൾ പോലും രാഹുലിൽ നിന്നും മറുപടിയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി നേരിടുമെന്ന് പറഞ്ഞതാകട്ടെ രാഹുലിന്റെ രാഷ്ട്രീയ ഗുരുവായ KC വേണുഗോപാലും. ഇവിടെ ഇനി മാറേണ്ടത് രാഹുലല്ല. കഴിഞ്ഞ ദിവസം തട്ടിക്കൂട്ടിയ രേഖകൾ വച്ചൊക്കെ ഈ വിധം ആറ്റം ബോംബ് പടച്ചുണ്ടാക്കാൻ കഴിയുന്ന വ്യക്തിത്വമൊന്നുമല്ല രാഹുലിന്. അതിനുള്ള കാര്യശേഷിയും അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ സത്യവാങ്മൂലം സഹിതം തെളിവ് നൽകിയാൽ പരാതി പരിഗണിക്കാമെന്ന വെല്ലുവിളിയൊന്നും രാഹുൽ സ്വീകരിക്കില്ല.
ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയെ തുടർന്ന് കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ ഒരിക്കൽ കൂടി മാപ്പ് പറയുകയും ചെയ്യും. ഉണ്ടയില്ല വെടി എന്നാണ് മാധ്യമങ്ങൾ ഈ പ്രവൃത്തിയെ വിശേഷിപ്പിച്ചത്. ഇനി ഇതിന്റെ പേരിൽ നടക്കാനിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒരു കാരണമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഈ രാഹുൽ പ്രഭാവം കൊണ്ടുണ്ടാകാൻ പോകുന്നുമില്ല. വർദ്ധിതമായ മോദി വിരോധം രാഹുൽ എക്കാലവും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് തുടരുകയുമാണ്. അപക്വമായ വിരോധം രാഹുലിനെ സ്വയം ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുകയാണ്, അല്ലെങ്കിൽ കൂടെയുള്ളവർ നയിക്കുകയായിരിക്കാം. ഇവിടെ നേട്ടമുണ്ടാക്കുന്നത് എതിരാളികൾ തന്നെ എന്നത് പലവട്ടം രാജ്യം കണ്ടതാണ്. ഉപജാപക വൃന്ദങ്ങളിൽ അഴിച്ചുപണി നടത്തിയില്ലെങ്കിൽ രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിന് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ പ്രാധാന്യം കരുതുക വയ്യ. വോട്ട് തട്ടിപ്പിലൂടെയാണ് തങ്ങൾ അധികാരത്തിൽ നിന്നും പുറത്തായതെന്ന് പറയുന്നവരുടെ മുന്നിലേക്കാണ് ഇനി ഈ കണക്കുകൾ. 1984 കോൺഗ്രസിന് 414 സീറ്റുകളായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. BJPക്ക് വെറും 2 സീറ്റുകൾ മാത്രം. 1985 BJP 85 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് നേടാനായത് 187. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നത് വ്യക്തമാകും. 1996 കോൺഗ്രസ് 140 BJP 161 സീറ്റുകളുമാണ് നേടിയത്. 1999 182 സീറ്റുകൾ നേടി BJP മുന്നിലെത്തിയപ്പോൾ കോൺഗ്രസിന് നേടാനായത് 141 സീറ്റുകൾ. 2004 കോൺഗ്രസ് 145 സീറ്റുകൾ നേടുമ്പോൾ 138 സീറ്റുകളായിരുന്നു BJPക്ക് നേടാനായത്. 2009 206 സീറ്റ് നേടി കോൺഗ്രസ് ഭരണമേറുമ്പോൾ BJPക്ക് 116 സീറ്റുകളായിരുന്നു ലഭിച്ചത്. 2014 282 സീറ്റുകൾ നേടി BJP വൻ മുന്നേറ്റം നടത്തി. അന്ന് 44 സീറ്റുകൾ മാത്രം നേടി കോൺഗ്രസ് തകർന്നടിയുകയായിരുന്നു. 2019 52 സീറ്റുകൾ നേടി തകർച്ച തുടരുമ്പോൾ BJP നേടിയത് 303 എന്ന റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. 2024 100 സീറ്റുകൾ എന്നല്ലാതെ എന്ത് നേട്ടമാണ് കോൺഗ്രസ് സ്വന്തമാക്കിയത്? അന്ന് വോട്ടിംഗ് മെഷീനെ പഴിചാരി നിൽക്കുന്നവരുടെ മുന്നിലുണ്ട് ഈ കണക്കുകൾ. ഇന്ന് വോട്ടർ പട്ടികയെ ഉയർത്തിക്കൊണ്ട് വിവാദം സൃഷ്ടിക്കുന്നവരുടെ മുന്നിലും ഇത്തരം കണക്കുകൾ തന്നെയാണുള്ളത്. അത് വിലയിരുത്താൻ ഇത്ര പവർ പോയിന്റ് പ്രസന്റേഷൻ ആവശ്യം വരികയില്ല. കടുത്ത മോദി BJP വിരോധി എന്നതിലപ്പുറം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഘടകവും രാഹുലിനുണ്ട് എന്ന് കരുതാനാകില്ല. ഇതുതന്നെയാണ് BJPയുടെ വിജയവും. നേതൃഗുണം പ്രകടിപ്പിക്കാൻ കിട്ടിയ സാഹചര്യത്തിലൊന്നും അത് വ്യക്തമാക്കാൻ കഴിയാതെ പോയ ഒരു പരാജിതന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ് ഈ വിവാദങ്ങളെന്ന് ജനം തീർച്ചയായും സംശയിക്കും. അല്ലെന്ന് തെളിയിക്കാൻ രാഹുൽ കോടതിയെ സമീപിക്കട്ടെ. 2024 ജനഹിതം ഒരു അട്ടിമറിയെന്ന് തെളിയിക്കട്ടെ. കാരണം 2024 ജനഹിതത്തിലാണ് രാഹുൽ ഗാന്ധിയും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.